ഓക്കെ, ബേസിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി which is not visible but its presence can be felt by its effects. അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. അതിനെ നമുക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ പ്രസൻസ് നമുക്ക് അതിൻ്റെ എഫക്ട്സിലൂടെ ഫീൽ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട്, ഇലക്ട്രിസിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൺവേർഷൻ ഓഫ് അതർ ഫോംസ് ഓഫ് എനർജി ലൈക്ക് ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി, മെക്കാനിക്കൽ എനർജി ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ വാട്ടർ. ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത് മറ്റ് എനർജി ഫോംസിനെ കൺവേർട്ട് ചെയ്തിട്ടാണ്. അതായത് ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി, മെക്കാനിക്കൽ എനർജി ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ വാട്ടർ. നെക്സ്റ്റ് വൺ, സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒന്നാമതായിട്ട് ബാറ്ററി. ബാറ്ററി സ്റ്റോർസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ എനർജി ആൻഡ് ഇറ്റ് ഗീവ്സ് പവർ വെൻ റിക്വയർഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്. ബാറ്ററി ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു, ആവശ്യം വരുന്ന സമയത്ത് എനർജി ഡെലിവർ ചെയ്യുന്നു. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽസിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ജനറേറ്റർ. ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനാണ് ജനറേറ്റർ. ഫോർ എക്സാമ്പിൾ, നമ്മളിത് തെർമൽ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. Okay, next one is thermocouple. If two dissimilar pieces of metals are twisted together and its joint end is heated in a flame, then a potential difference or voltage will be induced across the ends of the wires. Such a device is known as thermocouple. It is used to measure very high temperature of the furnaces. രണ്ട് വ്യത്യസ്ത മെറ്റൽസ് തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യാം. അത് ഒരു ഫ്ലെയിമിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള എൻഡിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഫോം ചെയ്യും. അത്തരത്തിലുള്ളൊരു ഡിവൈസിനെയാണ് നമ്മൾ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഫർണസിൻ്റെയൊക്കെ വളരെ ഉയർന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒന്നാമതായിട്ട് ഫിസിക്കൽ എഫക്റ്റ്. കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഹ്യൂമൻ ബോഡി ടു എർത്ത് ആൻഡ് ബോഡി ഗെറ്റ്സ് സിവിയർ ഷോക്ക് ഓർ കോസ് ഈവൻ ഡെത്ത്. നമുക്കറിയാം, കറണ്ട് ബോഡിയിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കും, അതുപോലെ തന്നെ മരണത്തിന് വരെ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ എഫക്റ്റാണ് മാഗ്നറ്റിക് എഫക്റ്റ്. മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എ കോയിൽ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. ഇലക്ട്രിക് കറണ്ട് ഒരു കോയിലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഇലക്ട്രോ മാഗ്നറ്റ് മോട്ടോർ, ജനറേറ്റർ, ഇലക്ട്രിക് ബെൽ എക്സെട്ര. നെക്സ്റ്റ് വൺ, chemical effect. When an electric current passes through an electrolyte, chemical action take place. Because of that, electrical energy is stored in a battery as a chemical energy. ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ആക്ഷൻ നടന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ബാറ്ററിയിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ്, സെൽസ്, ബാറ്ററി ചാർജിങ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തേതാണ് ഹീറ്റിംഗ് എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എനി കണ്ടക്ടർ, ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ ഡ്യൂ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ്. ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം. അതിനാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് അയൺ ബോക്സ്, ഇലക്ട്രിക് ലാമ്പ്, സോൾഡറിങ് അയൺ എക്സെട്ര എല്ലാം നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ആണ്.
Okay, next one is X-ray and laser ray effect. When a high frequency voltage is passed through a vacuum tube, a special type of rays come out which is not visible. These rays are called X-rays. നമ്മളൊരു ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഒരു വാക്വം ട്യൂബിലൂടെ കടത്തിവിടുന്ന സമയത്ത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റേസ് പുറത്തേക്ക് വരുന്നു. ഇതാണ് എക്സ് റേസ് എന്ന് പറയുന്നത്. നമുക്ക് ലേസർ റേസും ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഗ്യാസ് എഫക്റ്റ്. When electrons pass through a certain type of sealed glass shell containing gas, then it emits light rays. For example, mercury vapor lamp, sodium vapor lamp, fluorescent lamp and neon lamp, etc. ഇലക്ട്രോൺസ് നമ്മളൊരു സീൽഡ് ഗ്ലാസ് ഷെല്ലിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അത് ലൈറ്റ് റേസിനെ എമിറ്റ് ചെയ്യുന്നു ആ ഗ്ലാസ് ട്യൂബ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, നിയോൺ ലാമ്പ് ഒക്കെ. ഇനി യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ലൈറ്റിംഗ്. ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു, ലാംപ്സ് കത്തിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഹീറ്റർ, ഓവൻ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. ദെൻ പവർ, മോട്ടോർ, ഫാൻ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻസിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിന് മുകളിലൂടെ വേറെ ഒന്നിന് സ്ലൈഡ് ചെയ്ത് നീക്കുക, ഇതാണ്. അപ്പോൾ ട്രാക്ഷൻ എക്സാമ്പിളാണ് ഇലക്ട്രോമോട്ടീവ്, ലിഫ്റ്റ്, ക്രെയിൻ ഒക്കെ. ദെൻ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ, വയർലെസ്, എൻ്റർടൈൻമെൻറ്റ്, സിനിമ, റേഡിയോ, ടി വി, മെഡിക്കൽ ഫീൽഡ്, എക്സ്റേസ് നമ്മൾ മുകളിൽ പറഞ്ഞു എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, കെമിക്കൽ, ബാറ്ററി ചാർജിങ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്. ദെൻ മാഗ്നറ്റിക്, ടെമ്പററി മാഗ്നറ്റ്സ്. ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റ് ആവും. കറണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടാവും. അതാണ് ടെമ്പററി മാഗ്നറ്റ്സ്. ദെൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാഗ്നറ്റിക് ചക്സ്, അതുപോലെ തന്നെ വെൽഡിംഗ് പർപ്പസ്, ഇതിനൊക്കെയാണ് ഇലക്ട്രിസിറ്റി സാധാരണയായിട്ട് ഇത്രയും ആവശ്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് വൺ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ദെൻ ഡൈനാമിക് ഇലക്ട്രിസിറ്റി. ദ ഇലക്ട്രോൺസ് ഇൻ മോഷൻ ആർ കോൾഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് കറണ്ട്. മൂവ്മെൻറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ദിസ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഈ ഇലക്ട്രിസിറ്റിയെ നമുക്ക് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ബാറ്ററീസ് ആൻഡ് ജനറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഡൈനാമിക് ഇലക്ട്രിസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒന്നാമത്തത് ഡയറക്റ്റ് കറണ്ട്. ഇൻ ഡയറക്റ്റ് കറണ്ട് ഓർ DC, the direction and magnitude of the current does not change. The steady current flow will be from the positive terminal to the negative terminal. എന്താണ് ഡയറക്റ്റ് കറണ്ട്? ഡയറക്റ്റ് കറണ്ടിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഓഫ് ദി കറണ്ട് ഡസ് നോട്ട് ചേഞ്ച്. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നില്ല. കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് സ്റ്റഡി കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. ഇനി DC സോഴ്സ് ഏതൊക്കെയാണ്? സെൽസ്, ബാറ്ററീസ് ആൻഡ് DC ജനറേറ്റേഴ്സ്. അടുത്തതായിട്ട് ഒരു ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് DC കറണ്ടിൻ്റെ ഗ്രാഫാണ്. ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നു. അതാണ് DC കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കറണ്ടിൽ അടുത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ AC. ദ കറണ്ട് ഫ്ലോ വിൽ ബി ഫ്രം ദി ഫേസ് ടെർമിനൽ ടു ദി ന്യൂട്രൽ ടെർമിനൽ. In the alternating current, both the direction and magnitude of the current will be changing at definite intervals of time.
അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ കറണ്ട് ഫ്ലോ ഫേസ് ടെർമിനലിൽ നിന്ന് ന്യൂട്രൽ ടെർമിനലിലേക്ക് ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ചേഞ്ചസ് ഇൻ ഡെഫിനിറ്റ് ഇൻ്റർവൽ. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതിൽ പറയുന്നത് നോർമൽ സപ്ലൈ ഫ്രീക്വൻസി ഈസ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ്. എന്താണ് ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫിഗറിലേക്ക് നോക്കുക. ഫിഗറിൽ നിന്നും നമ്മൾ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരുന്നു, പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആയി, പിന്നെ അത് വീണ്ടും താഴേക്ക് വന്ന് 0 ആയി, ദെൻ റിവേഴ്സ് സൈഡിൽ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കുന്നു. ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, അതിനെയാണ് ടൈം പീരീഡ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി ഓഫ് ദി കറണ്ട്. നോർമൽ ഫ്രീക്വൻസി 50 സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് AC DC തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നിങ്ങൾ ഈ ടേബിളിലേക്ക് നോക്കുക. ഫസ്റ്റ് കോളം AC, സെക്കൻഡ് കോളം DC. ഒന്നാമത്തെ പോയിന്റ് AC, ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ റേഞ്ചസ് ഓഫ് 6600 വോൾട്ട്, 11000 വോൾട്ട് ആൻഡ് 33000 വോൾട്ട്. DCൻ്റെ കേസിൽ എന്താണ്? ഇറ്റ് ഈസ് ജനറേറ്റഡ് അപ് ടു 6600 വോൾട്ട് ഓൺലി. അതായത് AC നമ്മൾ വളരെ ഉയർന്ന വോൾട്ടേജിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. DC ജനറേറ്റ് ചെയ്യുന്നത് 6600 വോൾട്ടിലാണ്. രണ്ടാമതായിട്ട് വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ബൈ യൂസിങ് ട്രാൻസ്ഫോമർ. ഇൻ ACയിൽ വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും സാധിക്കും ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട്. DCയിൽ അത് പോസിബിൾ അല്ല. മൂന്നാമത്തെ പോയിന്റാണ് ട്രാൻസ്മിഷൻ കോസ്റ്റ് ഈസ് ലെസ്. ACയിൽ, DCയിൽ ട്രാൻസ്മിഷൻ കോസ്റ്റ് ഹൈ ആണ്. നാലാമതായിട്ട് ACയിൽ മെയിൻ്റനൻസ് കുറവാണ്, ലെസ് മെയിൻ്റനൻസ്. DCയിൽ ഹൈ മെയിൻ്റനൻസ് ആണ്. അഞ്ചാമത്തെ പോയിന്റ് പവർ അപ് ടു 5 lakh കിലോവാട്ട് ക്യാൻ ബി ജനറേറ്റഡ് ഇൻ എ സിംഗിൾ ഓൾട്ടർനേറ്റർ. AC ജനറേറ്ററിന് പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റർ. അതിൽ നമുക്ക് അപ് ടു 5 lakh കിലോവാട്ട് പവർ വരെ ഒരു സിംഗിൾ ഓൾട്ടർനേറ്ററിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് DC ജനറേറ്ററിൽ 10,000 കിലോവാട്ട് പവർ വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ആറാമത്തെ പോയിന്റ്, AC ജനറേറ്റർ ക്യാൻ റൺ അറ്റ് ഹൈ സ്പീഡ്സ്. സോ സ്പീഡ് കൺട്രോൾ ഈസ് നോട്ട് ഈസി. AC ജനറേറ്റർ ഹൈ സ്പീഡിൽ റൺ ചെയ്യുന്നതുകൊണ്ട് സ്പീഡ് കൺട്രോൾ ഈസി അല്ല. DCയിൽ നോക്കുക, ഇറ്റ് ക്യാൻ റൺ അറ്റ് ഹൈ സ്പീഡ് കൺട്രോൾ ഈസ് ഈസി. DC ജനറേറ്റർ ഹൈ സ്പീഡിൽ കറങ്ങാത്തതുകൊണ്ട് സ്പീഡ് കൺട്രോൾ ഈസിയാണ്. ലാസ്റ്റ് പോയിന്റ്, സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷേഴ്സ് ആർ യൂസ്ഡ് ടു കളക്ട് ദ കറണ്ട് ഇൻ AC. ACയിൽ സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ് ആണ് കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. DCയിൽ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ് ആർ യൂസ്ഡ് ടു കളക്ട് ദി കറണ്ട്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സ്പ്ലിറ്റ് റിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് DCയിലാണ്. സ്ലിപ്പ് റിങ് ആണ് ACയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ടേംസ് ആൻഡ് യൂണിറ്റ്സ് നോക്കാം. ആദ്യമായിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. The strength of the current in any conductor is equal to the quantity of electric charge that flows across any section of the current, any section of it in 1 second. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെ 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ if Q is the charge and T is the time taken എന്നെടുക്കുകയാണെങ്കിൽ I is equal to Q by T ആയിരിക്കും. ഒരു ഫോർമുല ഓർത്ത് വെക്കാം. ദെൻ Q is equal to I into T എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
അടുത്ത ലൈൻ നോക്കുക, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദി SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളുംബ് ആണ്. ചാർജിൻ്റെ SI യൂണിറ്റ് ആണ് കൂളുംബ്. കൂളുംബ് ഈസ് equivalent to charge contained in nearly 6.24 into 10 raised to 18 electrons. 6.24 into 10 raised to 18 ഇലക്ട്രോൺസിൽ അടങ്ങിയിരിക്കുന്ന ചാർജിനെയാണ് നമ്മൾ 1 കൂളുംബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൂളുംബിൻ്റെ ഡെഫിനിഷൻ. In an electrical circuit, if 1 ampere of current passes in 1 second, then it is called 1 coulomb. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ 1 കൂളുംബ് എന്ന് നമുക്ക് 1 കൂളുംബ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് Q = I × T എന്ന് പറയുന്ന ഫോർമുലയിൽ നിന്നാണ് ഈ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആംപിയർ സെക്കൻഡ്. കൂളുംബിന് നമുക്ക് ആംപിയർ സെക്കൻഡ് എന്നും പറയാം. അതിൻ്റെ ലാർജർ യൂണിറ്റ് ആണ് ആംപിയർ ഹവർ. 1 ആംപിയർ ഹവർ is equal to 3600 ആംപിയർ സെക്കൻഡ് or 3600 coulomb. Then electromotive force or EMF. It is the force which causes to flow the free electrons in any closed circuit due to the difference in electrical potential. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് മൂലം ഒരു സർക്യൂട്ടിൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സാധ്യമാക്കുന്ന ഫോഴ്സാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സാണ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ഒരു സർക്യൂട്ടിൽ സാധ്യമാക്കുന്നത് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ഇതിനെ നമ്മൾ E എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വോൾട്ട് ആണ് യൂണിറ്റ്. നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. This is the difference in electrical potential measured across 2 points of the circuit. ഒരു സർക്യൂട്ടിലെ 2 പോയിന്റ്സിൻ്റെ ഇടയിൽ മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ EMF. ഇത് എപ്പോഴും EMFനേക്കാളും കുറവായിരിക്കും. ഇറ്റ് ഈസ് ദ സപ്ലൈ വോൾട്ടേജ് റെപ്രസെൻറ്റഡ് ബൈ V. ഇതിനെയാണ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്നത് V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. Next one, voltage. It is the electrical potential between 2 lines or phase and neutral. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ലൈനിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഒരു ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും ഇടയിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് പാരലൽ ബിറ്റ്വീൻ ദി സപ്ലൈ ടെർമിനൽസ്. വോൾട്ട് മീറ്റർ സപ്ലൈ ടെർമിനൽസിൻ്റെ ഇടയിൽ പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വോൾട്ടിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. വെൻ എ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ 1 ohm റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. 1 ആംപിയർ കറണ്ട് 1 ohm റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 2 എൻഡിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 1 volt. Next one, current. The flow of electrons in any conductor is called current. ഒരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ I ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംപിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. കറണ്ടിനെ നമ്മൾ I എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് ബൈ കണക്റ്റിംഗ് സീരീസ് ടു ദ സർക്യൂട്ട്. അമ്മീറ്റർ ആണ് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അത് സർക്യൂട്ടുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആംപിയറിൻ്റെ ഡെഫിനിഷൻ. വെൻ 6.24 into 10 raised to 18 electrons flow in 1 second across any cross section of any conductor, the current in it is 1 ampere. ഒരു കണ്ടക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലൂടെ 1 സെക്കൻഡിൽ 6.24 into 10 raised to 18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. വേറൊരു ഡെഫിനിഷൻ, ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്
across the two ends of a conductor is 1 volt and the resistance of the conductor is 1 ohm, then the current through is 1 ampere. 1 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ എൻഡിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംബിയർ ആയിരിക്കും. ഇതാണ് വേറൊരു ഡെഫിനിഷൻ ആംബിയറിൻ്റെ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനും ഒന്ന് ഓർത്ത് വെക്കുക. Next one is resistance. It is the property of a substance to oppose the flow of electric current through it. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സിമ്പിൾ ആറാണ്, യൂണിറ്റ് ഓം ആണ്. ഓം മീറ്ററാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓമിൻ്റെ ഡെഫിനിഷൻ. If the potential difference across the two ends of a conductor is 1 volt and the current through is 1 ampere, then the resistance of the conductor is 1 ohm. Okay, 1 ampere current flow ചെയ്യുന്ന ഒരു കണ്ടക്ടർ, അതിൻ്റെ രണ്ട് എൻഡിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആയിരിക്കും. ഇതാണ് ഓമിൻ്റെ ഡെഫിനിഷൻ. ഇനി ലോസ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോവിങ് ഫാക്ടർ. റെസിസ്റ്റൻസിൻ്റെ ലോസ് താഴെ പറഞ്ഞിരിക്കുന്നതാണ്, അല്ലെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ലോസ് ഓഫ് റെസിസ്റ്റൻസിൽ രണ്ടാമതായിട്ട് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a എന്ന് എഴുതിയിരിക്കുന്നത്. നേരത്തെ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ലെങ്ത്തിൻ്റെ കേസിൽ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ഈസ് മെയ്ഡ് ഓഫ്. കണ്ടക്ടർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. നാലാമത്തെ പോയിന്റ്, അതായത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതെല്ലാം കൂടി നമ്മൾ ആ ബോക്സിൽ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. നോക്കുക നിങ്ങൾ. ഫസ്റ്റ് പോയിന്റ് ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ. രണ്ടാമത്തെ പോയിന്റ് ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/a. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ പ്രൊപ്പോർഷണൽ ടു L/a എന്ന് എഴുതാൻ പറ്റും. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് ഈക്വൽ ടു ആക്കി ഇക്വേഷൻ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇടണം. അതാണ് റോ. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/a. ഇതാണ് ലോ ഓഫ് റെസിസ്റ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ. പ്രോബ്ലംസും ചോദിക്കാം. ഇനി സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ. The specific resistance of a material is the resistance offered to a current if it is passed between the opposite face of the unit cube of the material. ഒരു മെറ്റീരിയലിൻ്റെ യൂണിറ്റ് ക്യൂബ് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കറണ്ടിന് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. Specific resistance is measured in ohm meter or micro ohm centimeter. Ohm meter അല്ലെങ്കിൽ മൈക്രോ ഓം സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഫോർമുല താഴെ കൊടുത്തിട്ടുണ്ട്.